ഇന്ത്യാ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ന്യൂനപക്ഷ വേട്ട, അതും ക്രൈസ്തവ വേട്ട നടന്ന മണിപ്പൂരിലെ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ടി.എൻ. പ്രതാപനെ പാർലമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താക്കിയവരാണ് ബി.ജെ.പിക്കാർ. ആ പ്രതാപനെ തോൽപ്പിക്കാൻ നരേന്ദ്രമോദിയുടെയും ബി.ജെ.പിയുടെയും പ്രതിനിധിയായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് കളിച്ച നാടകം ഒന്നാം തരം ട്വിസ്റ്റാണ് തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ നൽകിയിരിക്കുന്നത്. മാതാവിന് 5 പവൻ വരുന്ന സ്വർണ്ണക്കിരീടം വച്ചതുകൊണ്ടോ ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയതുകൊണ്ടോ ആ മതത്തിൽപ്പെടുന്ന വിശ്വാസികളെല്ലാം സുരേഷ് ഗോപിയുടെ സ്വന്തമാകുമെന്നൊരു ധാരണയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രബല മത ന്യൂനപക്ഷമായ മുസ്ലിം മതത്തെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മതപ്രീണനവും മതപീഡനവും ഒന്നിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന സുരേഷ് ഗോപിയെ എങ്ങനെ ഒരു മലയാളിക്ക് അംഗീകരിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടം വെച്ചത് സുരേഷ് ഗോപിക്ക് അതിൽ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. മണ്ഡലത്തിലെ 25% വരുന്ന ക്രൈസ്തവ വിശ്വാസികളെ ഒന്ന് വിലക്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപി ജനിച്ച കൊല്ലത്തോ താമസിക്കുന്ന തിരുവനന്തപുരത്തോ ഈ വഴിപാട് നടത്തിയിട്ടില്ല ഇതുവരെ. ഇത് 10 വോട്ടിന് വേണ്ടിയുള്ള നാടകവും 100ാം ക്ലാസ് പരിപാടിയുമാണ്. എന്നാൽ മാതാവിന് കിരീടം വെക്കുന്ന ഈ സുരേഷ് ഗോപി ആദ്യം തന്നെ തൻ്റെ നേതാവായ പ്രധാനമന്ത്രിയോട് മണിപ്പൂരിൽ പോയി ചുട്ടരിക്കപ്പെടുന്ന ക്രൈസ്തവരെ കാണണമെന്ന ഒരാവശ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇങ്ങനെ തരാതരം മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി പോയി മാതാവിൻ്റെ ശിരസിൽ ഒരു സ്വർണ്ണക്കിരീടം വെച്ചുകൊടുത്തതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ദൃഷ്ടാന്തമാണ് മാതാവിൻ്റെ ശിരസിൽ നിന്നും ആ കിരീടം താഴെ പതിച്ചതെന്ന് എല്ലാ വിശ്വാസികളും ഉറപ്പിക്കുകയാണ്. മണിപ്പൂരിലെ പാപക്കറ അങ്ങനെ സ്വർണ്ണക്കിരീടം കൊണ്ട് കഴുകിക്കളയാമെന്ന് കരുതിയ സുരേഷ് ഗോപിക്ക് അടി തെറ്റിത്തുടങ്ങുകയാണ്. മാതാവിൻ്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ ഒരു തേങ്ങലായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തൃശ്ശൂരിൽ മാതാവിനെ വിലക്കെടുക്കാൻ വന്ന സുരേഷ് ഗോപിയുടെ തോൽവി ഇവിടെ തുടങ്ങുകയാണ്. മണിപ്പൂരിലേക്ക് ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദി തൃശ്ശൂരിൽ മാതാവിന് സ്വർണ്ണക്കിരീടം ചാർത്തണമെന്ന് പറഞ്ഞു കൊടുത്തത് വിശ്വാസമല്ല, അത് വിരോധാഭാസമാണ്. അതാണ് ആ മാതാവ് കിരീടം തട്ടിത്തെറിപ്പിച്ചത് എന്ന് വിശ്വാസികൾ പറയുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഇന്നലെ മുതൽ തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം ക്രൈസ്തവ വിശ്വാസികൾ ചുട്ടരിക്കപ്പെടുകയും നഗ്നരാക്കി നടത്തുകയുമൊക്കെ ചെയ്ത അതിദാരുണമായ ഇന്ത്യാ ചരിത്രം കണ്ടിട്ടില്ലാത്ത ന്യൂനപക്ഷ വേട്ട മണിപ്പൂർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ടി.എൻ. പ്രതാപനെതിരെ നടപടിയെടുത്ത മോദിയുടെയും ബി.ജെ.പിയുടെയും പ്രതിനിധിയായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് കളിച്ച നാടകം ഒന്നാം തരം ഒരു ട്വിസ്റ്റാണ് തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു ബി.ജെ.പി. നേതാവ് മാതാവിനെ ഓർത്തതിൽ സന്തോഷമെന്നാണ് പ്രതാപൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വലുപ്പം വല്ലാതെ ചുരുങ്ങിപ്പോകുന്നത് കേരളം കണ്ടു. ഏതായാലും ബി.ജെ.പി. ആരാണെന്ന് തൃശ്ശൂരുകാർക്ക് നന്നായി അറിയാം. അത് കൂടുതൽ അറിയിക്കാൻ ശ്രമിച്ചാലാണ് അബദ്ധവും കൂടുന്നത്.